അപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് നല്ല സൂപ്പർ പടം. ഒരു 2 വരിയിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ കഥയെ 2.5 മണിക്കൂറുള്ള പടമായിട്ട് എടുത്തു വെച്ചേക്കുക. ബട്ട് സ്റ്റിൽ അതിൽ ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. എന്ന് മാത്രമല്ല, പടം തീരരുതേ എന്ന് തോന്നിപ്പോകും ക്ലൈമാക്സിനോടടുക്കുമ്പോൾ. എനിക്കിതുപോലെ പടം തീരരുതേ എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു പടമായിരുന്നു പ്രേമലു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഗിരീഷ് ഷെഡി എന്ന് പറഞ്ഞ ഡയറക്ടർ പുള്ളിയുടെ സ്ട്രോങ്സ്റ്റ് ഏരിയ ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അതിൽ പുള്ളി അഗ്രഗണ്യനായി മാറിയിരിക്കുകയാണ്. ഈ സമീപകാലത്ത് തിയേറ്ററിൽ വന്ന സിനിമകളിൽ എന്നെ ഇത്രയും ഹാപ്പി ആക്കിയൊരു പടം വേറെ ഇല്ല. പടത്തിൻ്റെ ഭൂരിഭാഗവും സമയവും ഞാൻ ചിരിച്ചോണ്ടാണ് ഇരുന്നത്. ഈ സിനിമ കാണുമ്പോൾ നിവിനോടും മമിതയോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. പ്രേമലു പോലെ തന്നെ അത്ര തന്നെ വിജയമാകേണ്ട ഒരു പടമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. പക്ഷേ മറ്റന്നാൾ ടോക്സിക് ഒക്കെ ഇറങ്ങുന്നതോടെ ഇതിൻ്റെ കളക്ഷനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഓണത്തിന് നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, വെടിയും പുകയും ഒന്നുമില്ലാത്ത, ഒരു ടോക്സിസിറ്റി ഇല്ലാത്ത ഒരു പ്യുവർ പടമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. എനിക്ക് ഈ പടം ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് മൂവി. നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആൾക്കാരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് സ്വയം ഒന്ന് സന്തോഷിക്കാനാണ്. അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പടം. ഈ പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, എഡിറ്റിങ് എല്ലാം പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തേക്കുന്ന ഒരു പടം. ചില ട്രാൻസിഷനും കട്ടൊക്കെ അത്രയും സ്മൂത്ത്. പടം മേക്ക് ചെയ്തപ്പോൾ തന്നെ അവർക്കറിയാം എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യണം. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ വളരെ വേഗത്തിൽ പോയ പോലെ തോന്നി. 10 മിനിറ്റ് കൊണ്ട് ഇൻ്റർവെല്ലെത്തിയ ഫീലായിരുന്നു എനിക്ക്. ഇൻ്റർവെല്ലൊക്കെ കൊടുത്തിരിക്കുന്ന സീനൊക്കെ ടോപ്പ് ലെവലിലാണ്. അതുപോലെ ഇതിൻ്റെ പ്രപ്പോസൽ സീനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചില സീനുകളൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് കരഞ്ഞാണ് കണ്ടത്. കാരണം പടം റിയലിസ്റ്റിക്കും ആയിരുന്നു, സെയിം ടൈം ഫണ്ണും ആയിരുന്നു. ഈ പടത്തിന് ഞാനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 4.5 ഔട്ട് ഓഫ് 5 കൊടുക്കും. ചില സീൻസൊക്കെ കുറച്ച് ഓവർ ദി ടോപ്പ് ആയതുകൊണ്ടാണ് ഞാനൊരു 0.5 കുറച്ചത്. ബട്ട് സ്റ്റിൽ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് മൂവി. അപ്പോൾ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.